ഷാഫി ചാലിം ഇവിടെ താങ്കൾ ശരൽകുമാർ അവരോട് പറഞ്ഞോളൂ. പക്ഷേ ഇവിടെ അതാ ഇപ്പോൾ CPM വിതയ്ക്കുന്ന BJP കൊയ്യുന്നു എന്ന് പറയുന്ന പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങളുടെ ഈ അഭിമുഖം മൊത്തം വായിച്ചാലുണ്ട് തോന്നുന്ന കേരളത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ ലീഗിന് തോന്നുന്ന ഒരു ആശ്വാസം CPM നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് വോട്ട് നേടിയെടുക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും അവർ അതിൽ വിജയിച്ചില്ലല്ലോ എന്നൊരു ആശ്വാസം കൂടി വരികൾക്കിടയിൽ ഇതിലുണ്ട്. ഷാഫി ചാലിയും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. പൊളിറ്റിക്കൽ ലോജിക്കിൽ വോട്ട് ചെയ്യുന്ന വോട്ടർക്ക് അറിയാം കേരളത്തിൽ അല്ലെങ്കിൽ അവിടെ മോദി അധികാരത്തിലേക്ക് എത്താതിരിക്കാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ആ ലോജിക്കിൽ ചിന്തിക്കുന്നവർക്കറിയാം. ആ ലോജിക്കിൽ വോട്ട് ചെയ്തതാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും ഈ വോട്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് സാക്ഷ്യം. ഷാഫി ചാലിയും അതെ, CPM ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച സമീപനം മതേതര വിശ്വാസികളെയും മൊത്തം ഭയപ്പെടുത്തുന്ന ഒരു ശൈലിയാണ് ഇത്തവണ CPM സ്വീകരിച്ചത്. അത് തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം തൊട്ട് തന്നെ നമുക്കത് ബോധ്യമായിരുന്നു. പ്രധാനമായും തൃശ്ശൂരും തിരുവനന്തപുരവും മത്സരിച്ച BJPയുടെ സ്ഥാനാർത്ഥികളെ അവരെ പ്രഗത്ഭരെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മികച്ച സ്ഥാനാർത്ഥികളെന്ന ഒരു എന്താ പറയുക അത്തരത്തിലുള്ള വലിയ നല്ല വിശേഷണങ്ങൾ കൊടുത്തുകൊണ്ട് ആണ് ഇവിടെ തുടക്കമിടുന്നത്. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഇവരുടെ BJPയുടെ ദേശീയ നേതാവ് പ്രകാശ് വാഡ്ഗേർക്കർ EP ജയരാജനെ ചെന്ന് സന്ദർശിച്ചത്, അതുപോലെ തന്നെ നമ്മുടെ ഗോവിന്ദമാഷ ജാഥ നടക്കുമ്പോൾ കണ്ണൂർ ജില്ലയിലേക്ക് ജാഥ പ്രവേശിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ ഉടനീളം വേദികളിൽ ഉണ്ടാകേണ്ട EP ജയരാജൻ അന്ന് ദല്ലാൾ നന്ദകുമാറിൻ്റെ വീട്ടിൽ ദല്ലാൾ നന്ദകുമാറിൻ്റെ അമ്മനെ കാണാൻ പോയിരിക്കുക. ഇതൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ കൃത്യമായ മെസ്സേജ് തന്നെയാണ് CPM ലീഡർഷിപ്പ് കൊടുത്തത്. അവർ മറ്റു 18 ഇടത്തും BJP സ്ഥാനാർത്ഥികൾ അവർ മൈൻഡേ ചെയ്തിട്ടില്ല. ഈ 2 സ്ഥലം മാത്രമേ. നമുക്ക് ഈ സുരേഷ് ഗോപിൻ്റെ കാര്യം മാത്രം എടുത്ത് നോക്കുക. നിങ്ങൾ സുരേഷ് ഗോപിനെ അനാവശ്യമായി ആക്രമിക്കുകയായിരുന്നു ഈ CPM ചെയ്തത്. വളരെ പഠിക്കേണ്ട കേസാണത്. കാരണം സുരേഷ് ഗോപിക്ക് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ട് CPMന് എത്ര കണ്ട് സാധിക്കും എന്ന് അവർക്കറിയില്ല. എന്നാൽ അതേ സമയത്ത് സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു വലിയ മേൽക്കൈ കിട്ടുന്ന രീതിയിൽ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയാക്കി സുരേഷ് ഗോപിയെ മാറ്റിക്കൊടുക്കുന്നതിൽ ഇവർ വഹിച്ച പങ്ക് വളരെ ബുദ്ധിപരമായ പങ്കാണത്. കാരണം നോക്കുക, ഒരു മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെട്ട് പബ്ലിക്കിടത്ത് എല്ലാ മാധ്യമ പ്രവർത്തകരോടൊപ്പമാണ് സുരേഷ് ഗോപി ആ മാധ്യമ പ്രവർത്തകയുടെ ശരീരത്തിൽ സ്പർശിച്ച ഒരു വിവാദം ഉണ്ടായത്. അദ്ദേഹം ഒരു സിനിമാ നടനാണ്, അദ്ദേഹത്തിന് അതൊന്നും വലിയ വിഷയമായിരിക്കില്ല. പക്ഷേ ആ പെൺകുട്ടിക്ക് അതിൽ പ്രയാസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ഫേസ്ബുക്കിൽ ഞാൻ എൻ്റെ മകളെ പോലെയാണ് കാണുന്നത്, ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശമില്ല എന്ന് പറഞ്ഞ് നിർവ്യാജം ഖേദം പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ തീരണ്ടേ? പക്ഷെ തീരുന്നില്ല. അത് കൊണ്ടുപോയി എന്ത് ചെയ്യാണ്? പിറ്റേ ദിവസം അവർ സംഘടനാപരമായി നടക്കാവ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. പരാതി പ്രകാരം വളരെ ധൃതിപ്പെട്ട് പെൺകുട്ടിയല്ലേ ഞാൻ പറയുന്നത്, പ്രശ്നമുണ്ടോ പ്രശ്നമില്ലേ തീരുമാനിക്കുന്നത് റിസീവിംഗിൽ പെൺകുട്ടിയല്ലേ? നമ്മൾ അതേ വിഷയം ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ചേക്കണം. ഞാൻ പറയുന്നത് ഒരു പുതിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആണ് CPM പരീക്ഷ എന്ന് പറയാൻ. കാരണം അല്ല, ഞാൻ പറയട്ടെ, അതായത് എന്താണ് ഇപ്പൊ ഇങ്ങനെ ചെയ്താലേ എന്നെ തടയല്ലേ? ഉടനെ നടക്കാവ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. ഇവിടെ എത്ര പരാതികൾ വരുന്നതാണ് നമുക്കറിയല്ലോ. ശശികലയ്ക്കെതിരെയുള്ള പരാതിക്ക് 8 കൊല്ലത്തെ പഴക്കമുണ്ട്. ഇതുവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടില്ല. എന്നാൽ ഞൊടിയിടക്കുള്ളിൽ സുരേഷ് ഗോപിനെ വിളിപ്പിക്കുന്നു. ഒരു രാജാവിനെ പോലെ വമ്പൻ സ്വീകരണം ഏറ്റുവാങ്ങി ജനങ്ങൾക്കിടയിലൂടെ സുരേഷ് ഗോപി വരുന്നു. എല്ലാ കേരളത്തിലെ ലൈവ് മീഡിയ സുരേഷ് ഗോപി വരുന്നതും പോകുന്നതും തിരിയുന്നതും മറിയുന്നതും ഒക്കെ ആക്കി മാറ്റി. അയാൾ മാപ്പ് പറഞ്ഞാൽ അവിടെ തീർക്കണ്ടേ? അത് സ്വാഭാവികമായും ജനങ്ങൾക്കിടയിലൊക്കെ വലിയ പ്രതീതി ഉണ്ടാക്കി. അതേപോലെ തൃശ്ശൂർ പൂരം നടക്കുമ്പം അവിടെ കമ്മീഷൻ മെയിൻ റോഡ് അവിടെ ബ്ലോക്ക് ചെയ്യണ വിവരം പോലീസ് സുരേഷ് ഗോപി അറിയിച്ചു. ഞങ്ങൾ അത്ര മണിക്ക് ബ്ലോക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു മുരളീധരൻ അറിഞ്ഞില്ല, സുനിൽകുമാർ അറിഞ്ഞില്ല. രാത്രിക്ക് രാത്രി സുരേഷ് ഗോപി അവിടെ എത്തി. പാറമേക്കാവോ മെറ്റേക്കാവോ എല്ലാം കൂടി അവിടെ ഒരു താരമായി മാറി. അങ്ങനെ എത്ര സംഭവങ്ങൾ. അനാവശ്യമായ ഒരു പള്ളിയിൽ പോയി നോമ്പ് തുറക്കാം ഒരു സ്ഥാനാർത്ഥി ഒരു സമൂഹ നോമ്പറയിൽ പോയി പങ്കെടുക്കുന്നത് പിന്നെ ഇത്ര വലിയ തെറ്റാണോ? എല്ലാ സ്ഥാനാർത്ഥികൾക്കുള്ള പ്രിവിലേജ് അല്ലത്, എല്ലാവരും ചെയ്തതല്ലേ. എന്നാൽ സുരേഷ് ഗോപി നോമ്പ് തുറക്കാൻ പോയതിൻ്റെ പിറകിൽ മാത്രം എല്ലാവരും പോയി. എന്നിട്ട് അവിടുത്തെ ആ മുസ്ലിങ്ങളോടൊപ്പം കഞ്ഞി കുടിക്കുന്ന രംഗം
അതിനെ വഷളത്തരമാക്കി നക്കി തിന്നു കൊക്കി തിന്നു. ഒരു മനുഷ്യനെ എത്ര കണ്ട് തേജോവധം ചെയ്യാൻ പറ്റുമോ അത്തരം രീതിയിൽ തേജോവധം ചെയ്ത് ജനങ്ങൾക്കിടയിൽ അത് വല്ലാതെ ഒരു സ്നേഹ തരംഗമായി മാറി. അല്ല ഷാഫി, അത് പറയാൻ സന്ദീപുണ്ട്. മതം പറഞ്ഞിട്ടില്ല, അവരെ ഉദ്ദേശം പറഞ്ഞിട്ടില്ല. താങ്കൾ ഈ പറയുന്നത് പറയാൻ സന്ദീപ് ഇരിപ്പുണ്ട്. സന്ദീപോ, ഞാൻ ഇത് സുരേഷ് ഗോപിക്ക് അനുകൂലമായി പറയുന്നതല്ല. സുരേഷ് ഗോപിയെ രണ്ട് രീതിയിൽ ജയിപ്പിക്കാം. അത് നേരിട്ട് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ഇവർക്ക് കഴിയില്ല. അതിന് പകരം സുരേഷ് ഗോപിയെ ഒരു താരമാക്കി അവർ മാറ്റി അനാവശ്യമായി വിമർശിച്ച് അത് ഭയങ്കര ടെമ്പോയി മാറി. വലിയ മീഡിയ അറ്റൻഷൻ കിട്ടി, കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടാത്ത. മാത്രമല്ല സുരേഷ് ഗോപി എന്താ പറഞ്ഞത്? എനിക്ക് തന്ന വോട്ട് എൻ്റെ പാർട്ടിക്ക് തന്ന വോട്ടല്ല എന്ന ബോധ്യം എനിക്കുണ്ടെന്ന. അതിൽ തന്നെ എന്താണ് എങ്ങനെ ജയിക്കുന്നത് അറിയാം. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ. അപ്പോൾ മാത്രമല്ല തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ വന്നിട്ടാണ് ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത്, സ്ഥിരീകരിക്കുന്നത്. അതെന്ത് മെസ്സേജാണ് കൊടുക്കുക? അത് നമ്മൾ പഠിക്കണം. പിന്നെ ഈ കേരളത്തിൽ ഒരു 25% വോട്ട് BJPക്ക് കൊടുത്താൽ വീണ്ടും ഈ കേരളം ഭരിക്കാമെന്ന് പിണറായി വിജയൻ അറിയാം. അതിനു വേണ്ടിയിട്ടാണ് മലബാറിൽ ഒരു സ്ട്രാറ്റജി. മധ്യ കേരളത്തിൽ എന്താ ഇത്? ഈരാറ്റുപേട്ടയിലെ കൊച്ചു പിള്ളേരോടൊരു കേസ്, അതിൽ മതമുണ്ടോ? ആ മതത്തിൽ CPM-ന്റെ തന്നെ ഈരാറ്റുപേട്ടയിലുള്ള നേതാക്കൾ, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, മുനിസിപ്പാലിറ്റി ആരൊക്കെ പറഞ്ഞു എല്ലാ മതക്കാരും ഉണ്ട്. എന്നാൽ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അമിത്ഷാ പറയുന്ന ഭാഷ ഉപയോഗിച്ച് ഒരു പ്രത്യേക സമുദായക്കാരാണ് അവർ ചെയ്തത്. എട്ടും പൊട്ടും തീരാത്ത ഈ കുട്ടികൾ അവിടെ ലൈൻ വേറെയാണ്. അവിടെ ക്രിസ്ത്യൻ വോട്ട് കിട്ടണം, അതിന് അവിടെ അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചു. മലബാറിൽ മറ്റൊരു സമീപനം, ആലപ്പുഴ ഭാഗത്ത് വേറൊരു സമീപനം. മലബാറിൽ എന്താ ചെയ്തത്? നിങ്ങൾ ഈ കാഫിർ, ഈ കുട്ടിയോടുണ്ടല്ലോ കാസിം, 50 ദിവസം ആ കുട്ടി എങ്ങനെ ജീവിച്ചത് നിങ്ങൾക്ക് അറിയോ? കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭയായ ഒരു ആരോഗ്യമന്ത്രിയായ ഒരു മുതിർന്ന ഒരു ശൈലജ ടീച്ചർ പോലുള്ളൊരു വ്യക്തിയെ കാഫിർ എന്ന് ആക്ഷേപിച്ച ഒരു കുട്ടിക്ക് ആ നാട്ടിൽ എങ്ങനെ ജീവിക്കാൻ കഴിയും? നിങ്ങൾ അതിൻ്റെ വേദന, ആ പെയിൻ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആ കുട്ടിയെ നേരിട്ട് കണ്ട് സംസാരിച്ചതാണ്. ആ കുട്ടി ഭയന്നിട്ടാണ് ജീവിച്ചത്. ഓരോ ദിവസവും ആ കുട്ടി ഉറങ്ങിയിട്ടില്ല. കാരണം ഇത് ആത്മാർത്ഥപരമായി ഈ കുട്ടിയാണ് വിളിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനത വടകരയിലുണ്ട്. ആ ജനതയുടെ മുമ്പിൽ ഈ കുഞ്ഞിൻ്റെയും ഈ കുട്ടിയുടെ കുടുംബത്തിൻ്റെയും സ്ഥിതി എന്താണെന്ന് ആലോചിച്ചോ? ഇപ്പം എന്തായി? ഈ കുട്ടിയല്ല, ഇത് നേരത്തെ SP 26-ാം തീയതി 25-ാം തീയതി ഒക്കെ ഞങ്ങൾ SP-നെ കണ്ടിട്ടുണ്ട്. SP പറഞ്ഞു ഇത് കാസിം ചെയ്തതല്ല, എങ്കിലും ഒന്ന് എഴുതിക്കൊണ്ടായിരുന്നു. എഴുതി തരാൻ കഴിയില്ല. ഇവർ കൊടുത്ത ഇടതുപക്ഷം കൊടുത്ത പരാതിയിൽ കാസിമിനെതിരെ കേസെടുത്തു. എന്നാൽ കാസിം കൊടുത്ത പരാതിന്മേൽ ആരെങ്കിലും പേര് കേസെടുത്തോ? ഒരു അധിക്ഷേപ സാധനം ആരെങ്കിലും പോസ്റ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും പോസ്റ്റ് ചെയ്തവനെ കേസിൽ പെടുത്തണ്ടേ? പെടുത്തിയോ? ഞാൻ ചോദിക്കട്ടെ, എൻ്റെ സ്ഥാനാർത്ഥിയെ അവഹേളിക്കുന്ന ഒരു സാധനം വന്നാൽ ഞാനത് ഷെയർ ചെയ്യാൻ പാടുണ്ടോ? ഇവിടെ ഇത് മുഴുവൻ ഷെയർ ചെയ്ത് CPM-ന്റെ നേതാക്കന്മാർ അവിടെയാണ്. അതും മുൻ MLA ഷെയർ ചെയ്യുന്നു. ആ ഷെയർ ചെയ്യുന്നത് പാടുണ്ടോ? കാരണം തങ്ങളുടെ സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചർക്കെതിരെ ഒരു ആക്ഷേപം ആര് ഷെയർ ചെയ്യുക? അതേ പാർട്ടിയിൽ മുൻ MLA ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തൊരു വിരോധാഭാസം അത്? 10-15 ആളുകൾ. ഇപ്പോഴും നിങ്ങളൊരു ചോദിച്ച ചോദ്യം അനിൽകുമാറിനോട് ചോദിച്ചല്ലോ. ഈ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഗ്രൂപ്പാണ് ഇത് ഉച്ചക്ക് 3 മണിക്ക് ഇടുന്നത്. അത് വളരെ കൃത്യമാണ്. ആ ഗ്രൂപ്പിൻ്റെ അഡ്മിനെ ഈ നിമിഷം വരെ 51-ാമത്തെ ദിവസം പോലീസ് വിളിപ്പിച്ചിട്ട് പോലുമില്ല. ഇത്തരത്തിലെ ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയുകയാണ്. CPM ഒരു വർഗീയ പാർട്ടിയല്ല. CPM-ന്റെ പ്രവർത്തകർ വർഗീയവാദികളേ അല്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന്, ഒരു ഉദ്ദേശ ലക്ഷ്യ പൂർത്തീകരണത്തിന് RSS-നേക്കാളും തറവേല ചെയ്യുന്ന ഒരു പാർട്ടി വേറെ ഇല്ല. അതാണ് ഇന്ന് താങ്കൾ പറഞ്ഞ അഭിമുഖത്തിനുള്ളിലുള്ള ശരിയാണ്. ഇപ്പൊ താങ്കൾ പറയുന്ന ഭാഷ അല്ലെങ്കിൽ കൂടിയും അതിനെ മയപ്പെട്ട ഭാഷയിൽ തന്നെയാണ് പറയുന്നത്. ഏത് അളവിൽ പോകുന്നത്?